അവളൊന്നും പറഞ്ഞില്ലേ? എന്നിട്ട് ശിവ സ്വല്പം വലിഞ്ഞു മുറുകിയ മുഖത്തോടെ ചോദിച്ചു. ഇല്ല, അത് പറയുമ്പോൾ അൻവി അവിടെ ഇല്ലായിരുന്നു. അവൾക്കൊന്നും അറിയില്ല. യാമി മെല്ലെ പറഞ്ഞു നിർത്തിയതും ശിവ ഷർട്ടിൻ്റെ ബട്ടൺസ് ഇട്ടുകൊണ്ട് വേഗത്തിൽ താഴേക്ക് നടന്നു. അയ്യോ ശിവ, നീ എങ്ങോട്ടാ? വഴക്കിടല്ലേ. ഒരക്ഷരം മിണ്ടാതെയുള്ള അവൻ്റെ പോക്ക് കാണെ യാമി തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് അവന് പിന്നാലെ ചെന്നു. അവനെങ്ങാനും വഴക്കുണ്ടാക്കിയ താനാ ഇത് അവനോട് പറഞ്ഞതെന്ന് എല്ലാവരും അറിയും. ഈശ്വര, എല്ലാവരെയും വെറുപ്പിക്കുന്നത് പോലെയാവുമല്ലോ. അവൾ തിടുക്കത്തോടെ അവന് പിന്നാലെ ചെന്നതും ഹാളിലിരിക്കുന്ന സുഭദ്രാമയെയും അപ്പച്ചിയെയും ഒന്നും ശ്രദ്ധിക്കാതെ അടുക്കളയിലേക്ക് നടക്കുന്നവനെ കാണെ യാമി ആകെ വെപ്രാളത്തോടെ സുഭദ്രാമയെ നോക്കി. ശിവ, നീ എങ്ങോട്ടാ? പടികൾ ഇറങ്ങി വരുന്ന യാമിയെ കണ്ടില്ലെങ്കിലും അടുക്കളയിലേക്ക് പോയവനെ കാണെ അവന് പിന്നാലെ ചെന്നുകൊണ്ടവൻ ചോദിച്ചു. ഞാനിപ്പോൾ വരാം. ശിവ അമ്മയെ നോക്കാതെ പറഞ്ഞുകൊണ്ട് അടുക്കള വാതിൽ കടക്കാൻ തുനിഞ്ഞതും കുഞ്ഞോൾ അവൻ്റെ കയ്യിൽ പിടിച്ചു. മരുന്ന് കഴിച്ചില്ലേട്ടാ, അവൾ പെട്ടെന്ന് പറഞ്ഞു. പോവേ, ഇങ്ങോട്ട്. നിനക്ക് എന്താ ശിവ? ഹോസ്പിറ്റലിൽ കിടക്കാനോ നിനക്ക് വയ്യ? ഇപ്പോതെ വീട്ടിൽ കിടക്കാനും വയ്യ. ഇങ്ങോട്ട് വന്നേ നീ. ഇപ്പോൾ നീ എങ്ങോട്ടും പോകുന്നില്ല. കുഞ്ഞോള് കയ്യിൽ പിടിച്ചു വെച്ചതിനൊപ്പം അവൻ്റെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് വലിച്ചു സുഭദ്രാമ. എനിക്ക് കുഴപ്പമൊന്നുമില്ലമ്മ, ഞാൻ സച്ചുനെ കണ്ടു പെട്ടെന്ന് വരാം. ശിവ അമ്മയെ നോക്കി അകത്തേക്ക് വരാൻ കൂട്ടാക്കാതെ പറഞ്ഞു. ആരെ കാണാനായാലും നിന്നെ ഞാൻ ഇപ്പോൾ എങ്ങോട്ടും വിടുന്നില്ല. ഇങ്ങോട്ട് വന്നേ. എനിക്ക് വയ്യ നിന്നെ ഓർത്ത് ഉരുകാൻ. ഇതൊക്കെ ഒന്ന് ഉണങ്ങട്ടെ, എന്നിട്ട് നീ എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോ. സുഭദ്രാമ ഒട്ടും സമ്മതിക്കാതെ അവനെ പിടിച്ച പിടിയിൽ അകത്തേക്ക് നടന്നു. അമ്മേ, ഞാനിപ്പോൾ വരാന്ന് ശിവ ഈർഷ്യത്തോടെ പറഞ്ഞു. പക്ഷെ സുഭദ്രാമ അത് കേട്ടതായി പോലും ഭാവിക്കാതെ അവൻ്റെ റൂമിലേക്ക് കയറ്റി. വെള്ളവുമായി കുഞ്ഞോളും അമ്മയ്ക്ക് പിന്നാലെ റൂമിലേക്ക് വന്നു. ഇരിക്ക്, ഇവിടെ ഇരിക്ക് ശിവ. മരുന്നെവിടെ? അതെടുത്തു കൊടുത്തേ കുഞ്ഞോളെ. ഒരു ദിവസം അവനെ കണ്ടില്ലെന്ന് വെച്ച് ഒന്നും സംഭവിക്കില്ല. ഇത് കുടിച്ച് ഇത്തിരി നേരം കിടന്നേ. ഇന്ന് നിന്നെ ഞാൻ എങ്ങോട്ടും അയക്കില്ല. ഞാൻ പറയണത് കേട്ടില്ലെന്ന് നടിച്ച് പോകുന്നതാണെങ്കിൽ നീ പൊക്കോ. പിന്നെ ഞാൻ നിൻ്റെ ഒരു കാര്യത്തിലൊന്നും ഇടപെടില്ല. നിനക്ക് മാത്രമല്ല വാശി, എനിക്കും ഉണ്ട്. സുഭദ്രാമ അവനെ പിടിച്ച് കട്ടിലിലേക്ക് ഇരുത്തിക്കൊണ്ട് പറഞ്ഞതും ശിവ അമ്മയെ ദഹിപ്പിച്ചു നോക്കി. ഇതിപ്പോൾ എന്നോടുള്ള സ്നേഹം കൊണ്ടാണോ അതോ വേറെന്തെങ്കിലും ഉദ്ദേശം വെച്ചിട്ടാണോ? അവൻ കൂർത്തൊരു നോട്ടത്തോടെ ചോദിച്ചു. നീ എന്ത് കരുതിയാലും വേണ്ടില്ല, പുറത്തു പോകാൻ പറ്റില്ല. അല്ലെങ്കിലും ഞങ്ങളുടെ സ്നേഹമൊന്നും നിനക്ക് വേണ്ടല്ലോ. ഞങ്ങൾ പറഞ്ഞതൊന്നും അനുസരിക്കാനും വയ്യ. ഇന്നലെ രാത്രി ദേവാനി പറഞ്ഞ കാര്യം മനസ്സിൽ വെച്ചൊരു പരിഭവത്തോടെയാണ് സുഭദ്രാമ അത് പറഞ്ഞത്. ശിവയ്ക്ക് പക്ഷേ അത് മനസ്സിലായില്ല. അവൻ്റെ മനസ്സിൽ ഇന്ന് കുഞ്ഞോളെ ആരോ കാണാൻ വരുന്നതും അത് താനും സച്ചുവും അറിയരുത് എന്നുമാണ് അമ്മയുടെ ഈ പിടിച്ചുവെക്കലിൻ്റെ ഉദ്ദേശം എന്നൊക്കെയായിരുന്നു. പക്ഷേ അത് തുറന്നു ചോദിച്ചാൽ താൻ കാര്യം അറിഞ്ഞെന്ന് അമ്മയ്ക്ക് മനസ്സിലാവും. മാത്രമല്ല, അറിഞ്ഞ കാര്യം തന്നോട് വന്ന് പറഞ്ഞത് യാമിക്കും അതൊരു പ്രശ്നമാവും. അമ്മയ്ക്കൊപ്പം ബെഡിലിരിക്കെ അവൻ്റെ കണ്ണുകൾ റൂമിൻ്റെ വാതിലിനോരം വന്ന് നിൽക്കുന്നവളെ അറിയാതെ ഒന്ന് നോക്കി. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന പിടപ്പോടെ തന്നെയും അമ്മയും നോക്കുകയാണവൾ. ഈ മരുന്ന് കഴിക്കേട്ടാ. കുഞ്ഞോൾ അവന് കഴിക്കാനുള്ള മരുന്നെടുത്ത് കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു. ശിവ കുഞ്ഞോളെയൊന്ന് നോക്കി. യാമി പറഞ്ഞതുപോലെ പ്രശ്നങ്ങളൊന്നും അവൾ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിരുന്നേൽ റൂമിൽ നിന്ന് പുറത്തിറങ്ങില്ലായിരുന്നു പെണ്ണ്. ശിവ ഓർത്തുകൊണ്ട് അവളുടെ കയ്യിൽ നിന്നും മരുന്ന് വാങ്ങി കഴിച്ചു. എന്നോട് ദേഷ്യം തോന്നിയാലും വേണ്ടില്ല, കുറച്ചു നേരം കിടക്കവിടെ. സുഭദ്രാമ അവനെ നോക്കി മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാ അമ്മ ഒരു താരാട്ടും കൂടെ പഠിത്താ. ശിവ അമ്മയെ കൂർപ്പിച്ചു നോക്കി. അതിനെന്താ, ഞാൻ പാടും. ഇപ്പം പാടണം. സുഭദ്രാമയുടെ വീർത്തു നിന്ന മുഖത്തൊരു ഇളം പുഞ്ചിരി വിരിഞ്ഞു. ദേഷ്യം നിറഞ്ഞു നിൽക്കുന്നവൻ്റെ കവളിൽ മെല്ലെ തൊട്ടുകൊണ്ടവർ ചിരിയോടെ പറഞ്ഞു. കിടക്ക് ശിവ, ഈ പനിയൊന്ന് കുറയട്ടെ, എന്നിട്ട് നീ എങ്ങോട്ടാന്ന് വെച്ചാൽ പൊക്കോ, അമ്മ തടയില്ല. അവർ ഏറെ സ്നേഹത്തോടെ പറഞ്ഞു. ശിവ തെല്ലെന്നടങ്ങിയ പോലെ കട്ടിലിൻ്റെ ഹെഡ് ബോർഡിലേക്ക് ചാഞ്ഞിരുന്നു. അപ്പച്ചിയൊക്കെ ഇന്ന് ഉച്ചയ്ക്ക് പോവും. കൊണ്ടുപോകാൻ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിരുന്നു. അമ്മ അതൊക്കെയൊന്ന് ആ വനജയ്ക്ക് പറഞ്ഞു കൊടുക്കട്ടെ. ശിവയെ തലോടി പറഞ്ഞുകൊണ്ട് മെല്ലെ റൂമിൽ നിന്നും പുറത്തേക്ക് നടന്നു. അമ്മയ്ക്കൊപ്പം തന്നെ കുഞ്ഞോളും. കുഞ്ഞോൾക്ക് പിന്നാലെ പോകാൻ നിന്ന യാമി വെറുതെ ഒന്ന് റൂമിലേക്ക് തിരിഞ്ഞു നോക്കിയതും കണ്ടു ബെഡിലിരുന്നവൻ പിടഞ്ഞെണീറ്റ് മേശവലിപ്പിൽ നിന്നും മൊബൈൽ എടുക്കുന്നത്. ഓ, ഫോൺ ഓഫായി കിടക്കുന്നത് കാണെ അവൻ അരിശത്തോടെ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചു. എന്നിട്ട് ഫോൺ ഓണാവാൻ അക്ഷമയോടെ കാത്തു നിൽക്കെ കണ്ടു യാമ അവൻ്റെ അടുത്തേക്ക് വരുന്നത്. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഓണാവാൻ വൈകുന്ന ഫോൺ നോക്കി നിന്നു. എന്നാൽ ഫോൺ ഓണായതും സച്ചുൻ്റെ കോൾ വന്നതും ഒരുമിച്ചായിരുന്നു. ശിവ പെട്ടെന്ന് കോൾ എടുത്തു. നീ ഈ ഫോൺ ഏതടുപ്പിൽ കൊണ്ടിട്ടേക്ക് ഇവിടെ നാറി? കോൾ എടുത്തതും സച്ചുൻ്റെ കലിയോടെയുള്ള ചോദ്യം. ഓ, അതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നീ എവിടെയാ? ഒരത്യാവശ്യമുണ്ട്.
ശിവ യാമിയെ നോക്കി റൂമിൻ്റെ ഡോർ അടയ്ക്കിയെന്ന് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. യാമി വേഗം ചെന്ന് ഡോർ അടച്ചു. ഞാനിവിടെ അൻവിയുടെ റൂമിൻ്റെ ബാൽക്കണിയിൽ നിൽപ്പുണ്ട്. അവളോട് ഈ ഡോറൊന്ന് തുറന്നു തരാൻ പറ. ഒരൊറ്റൊന്നിനെയും വിളിച്ചാലും കിട്ടില്ല. ഇവിടെയോ? ശിവ തെല്ലതിശയത്തോടെ ചോദിച്ചു. പിന്നല്ലാതെ, നെഞ്ചത്തൊരു വെട്ടും വാങ്ങി അതിൻ്റെ മേൽ 7-8 തുന്നും വാങ്ങി പോയതല്ലേ നീ. വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ ഞാൻ കരുതി നീ ചത്തെന്ന്. ഒന്ന് നോക്കാൻ വന്നതാ. ആരെങ്കിലും കാണും മുന്നേ വാതിൽ തുറന്ന് തേണ്ടി. സച്ചു ബാൽക്കണിയിൽ നിന്ന് ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചുറ്റുപാടും നോക്കിക്കൊണ്ട് ധൃതി കൂട്ടി. അപ്പോഴാണ് സുഭദ്രാമ്മയ്ക്കൊപ്പം പറമ്പിലേക്ക് നടക്കുന്ന കുഞ്ഞോളെയും മായയെയും ലിയയെയും ഒക്കെ അവൻ കണ്ടത്. എങ്ങാനും തന്നെ കണ്ട ശേഖരൻ മുതലാളി ഹെലികോപ്റ്റർ വിളിച്ച് തല്ലാൻ വരും. അതോർത്തുകൊണ്ടവൻ ആരും കാണാതിരിക്കാൻ ഭിത്തിയോട് ചേർന്ന് നിന്നു. കുഞ്ഞോളുടെ റൂമിലെ ബാൽക്കണീൻ്റെ ഡോർ പോയിന്ന് തുറന്നേ. ശിവ യാമയെ നോക്കി പറഞ്ഞു. അതെന്തിനാ? കാര്യം അറിഞ്ഞാലേ നീ പോവുള്ളൂ. അങ്ങനെ പറഞ്ഞോ ഞാൻ? ഡോർ തുറന്ന് അൻവിയുടെ റൂമിലേക്ക് നടന്നു യാമി. അത് യാമിയല്ലേ? അവൾ നിൻ്റെ റൂമിലാണോ? ഫോണിലൂടെ യാമയുടെ ശബ്ദം കേൾക്കെ സച്ചു സംശയത്തോടെ ചോദിച്ചു. അതേടാ, ഞങ്ങൾ കിടപ്പോ ഇരിപ്പോ ഒക്കെ ഇപ്പോൾ ഒരുമിച്ചാണ്. എന്തേ? ശിവ ദേഷ്യം അടക്കി ചോദിച്ചു. അത് ചുമ്മാ, സച്ചു ചിരിയോടെ പറഞ്ഞു. ദേ സച്ചു, ഞാൻ നല്ലേലെ നല്ല മൂഡിലല്ല. അതിനിടെ ചൊറിഞ്ഞോണ്ട് വന്ന എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങും നീ. ശിവ പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്തതും സച്ചു ചിരിയോടെ നോക്കിയത് ബാൽക്കണി ഡോർ തുറക്കാൻ വന്ന യാമയുടെ നേർക്കാണ്. ഡോർ തുറക്കാൻ വന്നവൾ ജനലിൻ്റെ ഗ്ലാസ് വായി സച്ചുവിനെ അവിടെ കണ്ട് ശരിക്കും ഒന്ന് ഞെട്ടി. ഒന്ന് പെട്ടെന്ന് തുറക്കേണ്ട യാമി, എത്ര നേരായി ഞാൻ ഈ നിൽക്കാൻ തുടങ്ങിയിട്ട്. അവൾ വാതിൽ തുറന്നതും സച്ചു കണ്ണ് ചിമ്മിയൊരു ചിരിയോടെ ചോദിച്ചുകൊണ്ട് ആ റൂമിൽ നിന്നും നേരെ ശിവയുടെ റൂമിലേക്ക് നടന്നു. ഒരു പതർച്ചയും ഇല്ലാതെ, എങ്ങും നോക്കാതെ, യാതൊരു സംശയവുമില്ലാതെ നേരിട്ട് ശിവയുടെ റൂമിലേക്ക് നടക്കുന്നവനെ കാണെ അവൻ ഇവിടെ ഇതാദ്യമായല്ല എന്ന് യാമിക്ക് മനസ്സിലായി. സച്ചുവേട്ടാ, ഇവിടെ ആരെങ്കിലും കണ്ട വഴക്കാവില്ലേ? യാമി അവന് പിന്നാലെ ചെന്ന് സംശയത്തോടെ ചോദിച്ചു. യാമിക്ക് അതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? സച്ചു ചിരിയോടെ അവളെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു. ഒരു സംശയവും ഇല്ല. അല്ല, എപ്പോഴും നിഴല് പോലെ നടക്കുന്ന കൂട്ടുകാരനെ ഇന്നലെ വെട്ടിയിട്ടുമ്പോൾ തനിച്ചായിരുന്നല്ലേ? യാമി ചിരി മായാതെ തന്നെ ചോദിച്ചു. അവനൊരു അത്യാവശ്യത്തിന് പോയി വരുമ്പോഴാണ് പ്രശ്നം നടന്നത്. ഞാനില്ലായിരുന്നു കൂടെ. പക്ഷേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് ഞാനാ. ഇപ്പം എങ്ങനെയുണ്ട്? നല്ല വേദനയുണ്ടെന്ന് തോന്നുന്നല്ലോ. ആള് നല്ല ചൂടിലാണ്. സച്ചു ശിവയുടെ റൂമിൻ്റെ ഡോർ തുറന്നുകൊണ്ട് ചോദിച്ചു. വേദനയുള്ളത് കൊണ്ടാണോ ദേഷ്യം? യാമി അവനൊപ്പം തന്നെ ചെന്ന് ചോദിച്ചു. ദേഹം നോവുമ്പോൾ അവന് ദേഷ്യം കൂടുതലാണ്. അല്ലേടാ? യാമിയോട് പറയുന്നതിനൊപ്പം സച്ചു ശിവയെ നോക്കി ചോദിച്ചു. ശിവ അവനെ നോക്കി നിന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല. ദേഹം നൊന്താലും ഇല്ലെങ്കിലും ദേഷ്യമൊക്കെ കണക്ക് തന്നെയെന്നാ എനിക്ക് തോന്നുന്നത്, യാമി പെട്ടെന്ന് പറഞ്ഞു. നിന്റെ തോന്നൽ ഇവിടെ ആരെങ്കിലും ചോദിച്ചോ അതിന്? ശിവ അവളെ നോക്കി കെറുവോടെ ചോദിച്ചു. അതിപ്പോൾ സ്വന്തം ഭർത്താവിനെക്കുറിച്ച് ഭാര്യയ്ക്കൊരഭിപ്രായം പറയണമെങ്കിൽ ആരെങ്കിലും ചോദിച്ചിട്ട് വേണോ സച്ചേട്ടാ? യാമി ഒരു താളത്തിൽ ചോദിച്ചു. ദേ, ഇന്നലെ തുടങ്ങിയതാ ഇവളുടെ ഈ ചൊറിച്ചിൽ. ഇന്നിത് തീർത്തിട്ട് തന്നെ ബാക്കി കാര്യം. ശിവ കാലിയോടെ മുണ്ടും മടക്കി കുത്തി അവളുടെ നേർക്ക് ചെന്നതും യാമി പിടി കൊടുക്കാതെ റൂമിന് പുറത്തേക്ക് ഒറ്റ കുതിപ്പായിരുന്നു. വിട്ട് കളയടാ, അവൾ തമാശക്ക് പറയുന്നതാ. പിന്നിലെ പോകാൻ നിന്ന ശിവയെ പിടിച്ചു വെച്ച് സച്ചൊരു ചിരിയോടെ പറഞ്ഞു. തമാശ വല്ലാണ്ടങ്ങ് കൂടിയ പല്ലിൻ്റെ എണ്ണം കുറയുമെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. യാമി പോയ വഴിയെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. നിനക്കെന്തിനാടാ അവളോട് ഇത്ര ദേഷ്യം? സച്ചു ചോദ്യത്തോടെ ബെഡിലേക്കിരുന്നു. എനിക്കെന്ത് ദേഷ്യം? ശിവ അവനെ നോക്കി അലസമായി പറഞ്ഞുകൊണ്ട് റൂമിൻ്റെ ഡോർ ലോക്ക് ചെയ്ത് കസേരയിലേക്കിരുന്നു. പിന്നെ ഈ കാണിക്കുന്നത് ദേഷ്യമല്ലേ? സച്ചു ബെഡിൽ മലർന്ന് കിടന്നൊരു ചിരിയോടെ ചോദിച്ചു. പിന്നെ ആവശ്യമില്ലാതെ ചൊറിയതും വരുന്നവളെ ഞാൻ മടിയിലിരുത്തി കൊഞ്ചിക്കാം. എന്തേ? ശിവ ചോടിയോടെ അവനെ നോക്കി. അങ്ങനെ നിന്റെ മടിയിലൊരിരുത്തി ഇരിക്കുന്നത് കണ്ടാൽ മതി എനിക്ക്. സച്ചു അവൻ്റെ ദേഷ്യം കാണാൻ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ആ, അത് നീ കുറേ കാണാം. നല്ല വേദനയുണ്ടോടാ? നമുക്കൊന്നുകൂടെ ഹോസ്പിറ്റലിൽ പോയാലോ? തലയ്ക്ക് കൈ താങ്ങി അവനെ നോക്കി ചെരിഞ്ഞു കിടന്നുകൊണ്ട് ചോദിച്ചു. വേദനയ്ക്ക് അത്യാവശ്യത്തിൽ കൂടുതലുണ്ട്. അപ്പം അന്ന് മോനെ കൊല്ലേണ്ടതായിരുന്നു, നാറി. ശിവ കലിയോടെ പറഞ്ഞു. അവൻ ചാവാതെ ബാക്കിയായത് ഭാഗ്യം എന്ന് പറയടാ. ഇതുപോലെയൊന്നും അല്ല നീ അവന് തിരിച്ചു കൊടുത്തത്. ഇപ്പോഴും ഹോസ്പിറ്റലിലാ. സച്ചു ഗൗരവത്തോടെ പറഞ്ഞു. നന്നായിപ്പോയി. മാനം മര്യാദയ്ക്ക് കാര്യങ്ങളും ഒത്തു തീർപ്പാക്കാൻ ഞാൻ പറഞ്ഞതാ ആ ഡാഷ് മോനോട്. കേൾക്കാഞ്ഞിട്ടല്ലേ? ഒരു കൊല്ലം എല്ലാവരുടെയും മുന്നിൽ നല്ല പിള്ളയായി നിന്നതും പോരാ, പിന്നെയും ഭീഷണിപ്പെടുത്തി അവളുടെ പിന്നാലെ വരല്ലേ അവൻ. പിന്നെ വെട്ടിയിട്ടും കുത്തിയിട്ടും ഉണ്ടെങ്കിൽ അത് തുടങ്ങി വെച്ചത് അവനല്ലേ, ഞാനല്ലല്ലോ.
അപ്പം പിന്നെ കിട്ടിയതൊക്കെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. ശിവ തീർത്തും അലസമായി പറഞ്ഞു. ഇവിടെ പ്രശ്നമായില്ലേ? അച്ഛനോടെന്തു പറഞ്ഞു നീ? ഞാൻ ഇന്നലെ രാത്രി തൊട്ട് വിളിക്കുക നിന്നെ. കിട്ടണ്ടേ? കാര്യം അറിഞ്ഞപ്പോൾ തൊട്ട് പാറു എൻ്റെ ചെവിക്കൊരു സുഖം തന്നിട്ടില്ല. പോയി നോക്ക് എന്നും പറഞ്ഞു. ഫോൺ ഓഫായിരുന്നടാ. ഇപ്പോഴാ ചാർജ് ചെയ്യാനിട്ടത്. പേടിക്കാനൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ നീ അവളോട്? ഇവിടെ അമ്മയും കുഞ്ഞോളും ഇന്ന് കാലത്ത് വരെ കരച്ചിലായിരുന്നു. അവസാനം 4 ഒച്ചയിട്ടാ അടക്കി തീർത്തത്. അച്ഛൻ ചോദിച്ചു ആരാന്ന്. ഞാൻ നമ്മുടെ മാമിയുടെ പേരിൽ ആ SI പണിഞ്ഞാന്ന് പറഞ്ഞു. എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ അവന് കിട്ടിക്കോട്ടെ എന്ന് കരുതി. ശിവ മെല്ലെ കാര്യങ്ങൾ പറഞ്ഞതും സച്ചു ചെറുങ്ങനെയൊന്ന് ചിരിച്ചു. അതെന്തായാലും നന്നായി. ശേഖരൻ മുതലാളി കൊട്ടേഷൻ ആളായതുകൊണ്ട് ചോദ്യവും പറച്ചിലും ഒന്നും ഇല്ലാതെ കൊടുക്കാനുള്ളത് കൊടുത്തിങ്ങ് വന്നോളും. സച്ചു അതേ ചിരിയോടെ പറഞ്ഞു. അല്ല, നീ എന്തോ അത്യാവശ്യമുണ്ട് കാണണമെന്ന് പറഞ്ഞത്? പെട്ടെന്ന് ഓർമ്മ വന്ന പോലെ സച്ചു ചോദിച്ചു. അത് ഇന്നിവിടെ ഒരു പെണ്ണ് കാണലുണ്ട്. അതിന് ക്ഷണിക്കാൻ വേണ്ടിയാ. ശിവ കാര്യഭാവത്തിൽ പറഞ്ഞതും സച്ചു ബെഡിൽ നിന്നും പിടഞ്ഞെണീറ്റ് കൊണ്ടവനെ സംശയത്തോടെ നോക്കി. നിന്റെ റൂമിലെ ആ ചെറിയ കട്ടിൽ മാറ്റിയിട്ടില്ലല്ലോ? ശിവ ചോദ്യത്തോടെ അവനെ നോക്കി. സച്ചു മെല്ലെ ഇല്ലെന്ന് തലയാട്ടി. എന്നാ വക്കീൽ പോയി ആ കട്ടിൽ മാറ്റി ഒരു ഡബിൾ കോട്ട് വാങ്ങിയിട്. പിന്നെ അത് വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മുടെ ജോർജേട്ടൻ്റെ ജ്വല്ലറിയിൽ കയറി ഒരു താലിയും വാങ്ങിച്ചോ. എന്നിട്ട് വൈകിട്ട് ഒരു 3 മണി കഴിയുമ്പോൾ ഇങ്ങ് പോരെ. ശേഖരൻ മുതലാളി ഉണ്ടെങ്കിൽ കാര്യങ്ങൾ ഒന്നുകൂടെ സംസാരിച്ച് നോക്ക്. ഇല്ലെങ്കിൽ പെണ്ണ് കാണാൻ വരുന്നവരോട് കാര്യം പറഞ്ഞ് അവളെ വിളിച്ചോണ്ട് പൊക്കോ. ഇനി ഇതല്ലാതെ വേറെ വഴിയില്ല. ശിവ ഗൗരവത്തോടെ എന്നാൽ നിസ്സാര മട്ടിൽ പറഞ്ഞു. നീ കാര്യമായിട്ടാണോ പറയുന്നത്? സച്ചു ഗൗരവത്തോടെ ചോദിച്ചു. ഇപ്പോൾ എനിക്കെന്തായാലും തമാശ പറയാനുള്ള മൂടല്ല. ശിവ സച്ചുവിനെ നോക്കി പറഞ്ഞു. സച്ചു അതുവരെ ഇല്ലാത്ത ഗൗരവത്തോടെ എന്തൊക്കെയോ ആലോചിച്ചു. അവളോട് സംസാരിച്ചോ നീ? കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം സച്ചു ശിവയെ നോക്കി ചോദിച്ചു. അവൾക്ക് ഇതുവരെ കാര്യം അറിയില്ല. ഇത് നമ്മുടെ മാമി വഴി അറിഞ്ഞതാ ഞാൻ. അച്ഛൻ രാവിലെ അമ്മയോട് പറയുന്നത് കേട്ടതാ അവള്. വൈകിട്ട് വരുമെന്നാ പറഞ്ഞത്. അബിയും മജും എന്തായാലും ഉണ്ടാവും. ചെറിയൊരു ഇടുക്കുള്ള സ്കോപ്പുണ്ട്. അച്ഛനുണ്ടെങ്കിൽ നമുക്ക് വലിയ അടി തന്നെ ഉണ്ടാക്കാം. എന്തൊക്കെ നടന്നാലും ശരി, അവളെയും കൂട്ടിയിട്ട് നീ ഇവിടുന്ന് പോകാവൂ. പിന്നെ ഇങ്ങോട്ട് വരും മുന്നേ എന്നെ ഒന്ന് വിളിക്കണം. ശിവ കാര്യങ്ങൾ വ്യക്തമായി അവന് പറഞ്ഞു കൊടുത്തു. ഞാൻ വിളിച്ചിട്ട് അവൾ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യൂടാ? സച്ചു ടെൻഷനോടെ ചോദിച്ചു. വന്നില്ലെങ്കിൽ പോടി പുല്ലെന്നും പറഞ്ഞ് നീ തിരിച്ചു പോകണം. എന്നിട്ട് നാളെ തന്നെ അവളേക്കാൾ നല്ലൊരുത്തിയെ കെട്ടണം. സിമ്പിൾ. പോടാ. സച്ചു ചീറി. അല്ലാതെ പിന്നെ ഞാനെന്ത് പറയാം? നീ വാ. അവൾ വന്നില്ലെങ്കിലല്ലേ അത് നമുക്കപ്പോൾ നോക്കാം. ശിവ നിസ്സാരമായി പറഞ്ഞതും സച്ചു ഒരു മൂളലോടെ വീണ്ടും ആലോചനയിൽ മുഴുകി. എന്താടാ, അവളെ കൂടെ കൂട്ടാൻ ഇത്രയ്ക്കൊക്കെ ആലോചിക്കാനുണ്ടോ നിനക്ക്? ശിവ ഇടങ്കണ്ണാൽ സച്ചുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. പോടാ. അവളെ കൂടെ കൂട്ടാൻ ഇന്ന് വൈകിട്ടല്ല, ഇപ്പം ഈ നിമിഷം പറഞ്ഞാലും ഞാൻ കൊണ്ടുപോകും. പ്രശ്നം അതല്ല. നിന്റെ പെങ്ങളെ നിനക്ക് തികച്ചറിയില്ല. നിങ്ങളോട് പെരുമാറും പോലെയല്ല അവൾ എന്നോട്. നോക്കി ദഹിപ്പിക്കുമടാ പെണ്ണ്. എങ്ങനെയും ഒന്ന് മയപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞാൽ ടെൻഷനില്ലാതെ വിളിക്കാൻ വരായിരുന്നു. സച്ചു ബെഡിലേക്ക് തിരികെ കിടന്നുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് ശിവ ചിരിയോടെ ഇരുന്നു. അതൊക്കെ പോട്ടെ, നിനക്ക് ഹോസ്പിറ്റലിൽ പോകണോ? വേദന കൂടുതലുണ്ടേ, ഒന്ന് പോയി ഡോക്ടറെ കണ്ടിട്ട് വാടാ. സച്ചു എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. അതൊന്നും വേണ്ട, പ്രത്യേകിച്ച് ഇന്ന്. നോക്കട്ടെ, കടുപ്പാണെങ്കിൽ നാളെ പോകാം. ശിവ അവനെ നോക്കി പറഞ്ഞു. എന്നാൽ ഞാനിറങ്ങാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്ക്, വൈകിട്ട് വരാം. സച്ചു മുണ്ടും മടക്കി കുത്തി റൂമിൻ്റെ ഡോർ തുറന്നു. പോകുന്നതൊക്കെ കൊള്ളാം. ഇവിടെ നിന്നിറങ്ങി നേരെ വീട്ടിലേക്ക് പോകണം. അല്ലാതെ ഈ റൂമിൽ നിന്നിറങ്ങി ആ റൂമിൽ പോയി കിടക്കരുത്. അപ്പുറത്തുള്ള കുഞ്ഞോളെ റൂം കാണിച്ചുകൊണ്ട് ശിവ പറഞ്ഞു. അത് ആലോചിക്കേണ്ടിയിരിക്കുന്നു. നീ എന്തായാലും അത് നോക്കണ്ട, കിടന്നോ. ഞാൻ പോയി ആ റൂമിൽ കിടക്കണോ അതോ വേറെ എന്തെങ്കിലും ചെയ്യണോ എന്ന് ഗഹനമായി ഒന്ന് ആലോചിക്കട്ടെ. ശിവനോട് പറയുന്നതിനൊപ്പം സച്ചു താഴെ അടുക്കളയിലേക്കൊന്ന് എത്തി നോക്കിക്കൊണ്ട് നേരെ കുഞ്ഞോളുടെ റൂമിലേക്ക് നടന്നു. ശിവക്കറിയാം സച്ചു കുഞ്ഞോള് വരുവോളം ആ റൂമിൽ കാണുമെന്ന്. അവൾ വന്നവളെ കണ്ടിട്ടേ അവൻ പോകൂ. കാര്യങ്ങളൊക്കെ സച്ചുവിനെ അറിയിച്ചപ്പോൾ ഉള്ള ഒരു സമാധാനത്തിൽ ശിവ റൂമിൻ്റെ ഡോർ അടച്ച് അല്പനേരം കിടന്നു. കുഞ്ഞോളെ, ഇതെല്ലാം ഒന്ന് നല്ല വൃത്തിയിൽ പാക്ക് ചെയ്തേക്ക് കേട്ടോ. കഴുകി വെള്ളമുണക്കി വേണം കവറിലാക്കാൻ. ഒരു മുറം നിറയെ പല നിറത്തിലുള്ള കാന്താരി മുളകുകൾ എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് കയറി സുഭദ്രാമ്മ കുഞ്ഞോളെ നോക്കി പറഞ്ഞു. ശരിയമ്മേ. മായ, എൻ്റെ റൂമിലെ കബോർഡിൽ കുറച്ച് കവറുകൾ കാണും. അതൊന്നെടുത്തിട്ട് വരാമോ? അപ്പോഴേക്കും ഞാൻ ഇത് കഴുകാം. അടുത്തുള്ള മായയെ നോക്കി കുഞ്ഞോള് പറഞ്ഞതും യാമി ഞെട്ടലോടെ കുഞ്ഞോളെ നോക്കി. മായ എങ്ങാനും മുകളിലേക്ക് പോയ സച്ചുവേട്ടനെ കണ്ടാലോ? യാമി പേടിയോടെ കുഞ്ഞോളെ നോക്കി. അൻവി, മായക്ക് അറിയില്ലല്ലോ
നീ എവിടെയാ കവർ വെച്ചെന്ന്. നീ തന്നെ പോയി എടുത്തിട്ട് വാ, ഇത് ഞാൻ കഴുകാം. യാമി കുഞ്ഞോളെ നോക്കി പരിഭ്രമത്തോടെ പറഞ്ഞതും യാമിയുടെ മുഖത്തെ പതിവില്ലാത്ത പരിഭ്രമം കാണെ കുഞ്ഞോൾ അവളെ സംശയത്തോടെ നോക്കി. യാമി മായയെ കണ്ണ് കാണിച്ചു കൊണ്ട് എന്തൊക്കെയോ ആങ്ങി കാണിച്ചതും കുഞ്ഞോൾക്ക് എന്തൊക്കെയോ സംശയം തോന്നി. ശരിയാ, ഞാൻ എടുത്തിട്ട് വരാം, നീ ഇവിടെ നിന്നോ. മായ മുന്നോട്ട് നടക്കും മുന്നേ കുഞ്ഞോൾ വേഗത്തിൽ പടികൾ കയറി. ആദ്യം നോക്കിയത് ഏട്ടൻ്റെ റൂമിലേക്കായിരുന്നു. അവിടെ കണ്ണടച്ച് കിടക്കുന്ന ശിവയെ കണ്ടതും സംശയത്തോടെ സ്വന്തം റൂമിലേക്ക് ചെന്നു. വാതിൽ തുറന്നതേ കണ്ടു തൻ്റെ പുതപ്പും പുതച്ച് കണ്ണടച്ച് കിടക്കുന്ന സച്ചുവിനെ. സച്ചുച്ച, അൻവി അവനെ വിളിച്ചൊരു തിടുക്കത്തോടെ റൂമിൻ്റെ ഡോർ അടച്ച് കൊളുത്തിയിട്ടു. സച്ചു കണ്ണു തുറന്നു മുന്നിൽ നിൽക്കുന്നവളെ നോക്കി ഒരു ഭാവമാറ്റവും ഇല്ലാതെ അങ്ങനെ തന്നെ കിടന്നു. ദേ, കളിക്കാതെ എഴുന്നേറ്റ് പോകാൻ നോക്ക്. അൻവി പോയി അവനെ ബെഡിൽ നിന്നും പിടിച്ചു വലിച്ചെണീപ്പിക്കാൻ ശ്രമിച്ചു. സച്ചു ഒരൊറ്റ വലിക്ക് അവളെ അവൻ്റെ നെഞ്ചിലേക്ക് വീശിയതും വല്ലാത്തൊരു പിഴച്ചിലോടെ അവൾ അവനിൽ നിന്നും കുതറി. വിട്ടെ, എന്തേ കാണിക്കുന്നേ? ആരെങ്കിലും കാണും സച്ചേട്ടാ. അൻവി അവൻ്റെ കൈക്കോളിൽ നിന്നും പിടഞ്ഞുകൊണ്ടേയിരുന്നു. കാണട്ടെ, എല്ലാവരും കാണട്ടെ, ഞാൻ പറയും ഇതെൻ്റെ പെണ്ണാന്ന്. സച്ചു അല്പം ബലമായി തന്നെ അവളുടെ കഴുത്തിടുക്കിലേക്ക് മുഖം പൂഴ്ത്തി പറഞ്ഞതും അൻവി അനക്കമില്ലാതെ ആകെ തരിച്ചു കിടന്നുപോയി. ശ്വാസങ്ങൾ ഇടകലർന്ന് മൗനം കീഴടക്കിയ കുറച്ച് നിമിഷങ്ങൾ മുന്നോട്ട് നീങ്ങി. അവളുടെ കൺകോണിൽ കണ്ണുനീർ പൊടിഞ്ഞു തുടങ്ങി. അല്ലേ, എൻ്റേതല്ലേ? സച്ചു അവളുടെ നിറഞ്ഞ കണ്ണിൽ മുത്തിക്കൊണ്ട് മെല്ലെ ചോദിച്ചു. വിതുമ്പി തുടങ്ങിയ അതിരങ്ങൾ അൻവി ശക്തമായി കടിച്ചു പിടിച്ചുകൊണ്ട് അവനെ നോക്കാതെ മുഖം തിരിച്ചു. കരയണ്ട, എനിക്കറിയാം എൻ്റേതാണെന്ന്. സോറി പറഞ്ഞില്ലേ ഞാൻ. ഇനിയും പിണങ്ങി നിൽക്കല്ലേ. സച്ചു അവളുടെ കാതോരം ചുംബിച്ചുകൊണ്ട് അത്രയും സ്നേഹത്തോടെ വാത്സല്യത്തോടെയും പറഞ്ഞു. അൻവി ഒന്നും മിണ്ടിയില്ല. ഞാൻ അവനെ കാണാൻ വന്നതാ, കുറച്ചു നേരമായി വന്നിട്ട്. യാമിയ ഡോർ തുറന്നു തന്നത്. ദേ നോക്ക്, ഞാൻ പറയുന്നത് എൻ്റെ മോൾ ശ്രദ്ധിച്ച് കേൾക്കണം. എനിക്ക് നീയില്ലാതെ പറ്റില്ല. നിനക്കും അങ്ങനെ തന്നെയാണ്. നിന്റെ പിണക്കം മാറുന്നത് എപ്പോഴാണെങ്കിലും എത്ര കാലം വേണേലും സച്ചുച്ചൻ കാത്തിരിക്കും. പക്ഷേ ഞാനല്ലാതെ മറ്റൊരുത്തനും നിന്നെ സ്വന്തം പെണ്ണായി കാണണ്ട. അത് ഞാൻ സമ്മതിക്കില്ലിനി. അറിഞ്ഞ് പറഞ്ഞിട്ടായാലും ശരി, ഒരുത്തൻ്റെ മുന്നിലും പോയി നിൽക്കരുത്. നോക്ക്, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഞാൻ ഇങ്ങ് വരും. വന്നു വിളിക്കുമ്പോൾ കൂടെ വന്നോണം. വന്നില്ലെങ്കിൽ പിന്നെ നിൻ്റെ സച്ചൂച്ചൻ മരിച്ചു പോയെന്ന് കരുതിക്കോണം. പിന്നെ അവളോട് കഴുത്തിരിക്ക് നാവോടെ ഒന്ന് കടിച്ചു നോവിച്ചു കൊണ്ടവൻ പറഞ്ഞതും അന്വി നിറഞ്ഞ കണ്ണുകൾ ഇറുക്കി അടച്ചു കിടന്നുപോയി. വന്നേക്കണേടി. നോവിച്ചിടം മൃദുവായൊന്ന് നുണഞ്ഞെടുത്തു കൊണ്ടവൻ പൊടുന്നനെ അവളിൽ നിന്ന് എഴുന്നേറ്റ് അവളെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ ബാൽക്കണി വഴി ടെറസിലേക്ക് ചാടി. ഇന്നത്തെ കാര്യങ്ങളൊന്നും അവൾക്കറിയില്ലെങ്കിലും ഒരു സൂചന അവൾക്ക് കൊടുക്കേണ്ടതുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ആ നിമിഷം അവൾ ആകെ തകർന്നു പോകും എന്ന് അവനറിയാം. കണ്ണുനീരൊഴുക്കി ബെഡിൽ അങ്ങനെ തന്നെ തറഞ്ഞു കിടക്കുകയാണ് അൻവി. കഴുത്തിടുക്കിൽ പടർന്ന അവൻ്റെ ഉമിനീരിൻ്റെ നനവും അവൻ നൽകിയ കുഞ്ഞു നോവും ഇപ്പോഴും അവളുടെ ശരീരത്തെ വിറ കൊള്ളിക്കുന്നത് പോലെ തോന്നി അവൾക്ക്. ദേവായനിയും മായയും ലിയയും ഒക്കെ ഉച്ചയ്ക്ക് തന്നെ തിരിച്ചുപോയി. അവർ പോയപ്പോൾ മുതൽ സുഭദ്രാമ്മ ഒത്തിരി ടെൻഷനിലായിരുന്നു. പെണ്ണ് കാണാൻ വരുന്ന വിവരം കുഞ്ഞോളോട് എങ്ങനെ പറയും? പറഞ്ഞാൽ തന്നെ അവൾ അനുസരിക്കുമോ? പോരാത്തതിന് ശിവയും കൂടെ ഇവിടെയുണ്ട്. എല്ലാം സഹിക്കാം. അവൻ്റെ ദേഷ്യം, അതാണ് സഹിക്കാൻ കഴിയാത്തത്. തൻ്റെ റൂമിലിരുന്ന് ടെൻഷനോടെ ആലോചിക്കുകയാണ് അവർ. മനസ്സേറെ സംഘർഷകമായും. സുഭദ്രാമ്മ ഫോണെടുത്ത് ശേഖരൻ്റെ ഫോണിലേക്ക് വിളിച്ചു. ശേഖരേട്ടാ. മറുപുറം കോൾ എടുത്തതും അവരൊരു ഊർജ്ജമില്ലാത്ത സ്വരത്തിൽ വിളിച്ചു. ആ പറ സുഭദ്രേ, കുഞ്ഞോളോട് പറഞ്ഞോ? ശേഖരൻ തിരക്കി. ഇല്ല, ഞാൻ പറഞ്ഞില്ല ശേഖരേട്ടാ. എനിക്കെന്തോ ഒരു പേടി തോന്നുന്നു. അവൾ സമ്മതിക്കില്ല. ഇനി എന്തെങ്കിലും പറഞ്ഞ് നിർബന്ധിക്കാന്ന് വെച്ചാൽ ശിവ ഇല്ല ഇവിടെ. അവൻ അടങ്ങിയിരിക്കുമോ? സുഭദ്രാമ്മ തൻ്റെ മനസ്സിലെ ആദി അയാളോട് പങ്കുവച്ചു. അവൻ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. അഭിയും അജുവും ഇപ്പോൾ അങ്ങ് വരും. ശേഖരൻ ഗൗരവത്തോടെ പറഞ്ഞു. എന്നാൽ പിന്നെ മൂന്നും കൂടെ ഇവിടെ കിടന്ന് തല്ലി മത്സരിച്ചോളും. എൻ്റെ ശേഖരേട്ടാ, അഭി പറഞ്ഞതൊന്നും ശിവ കേൾക്കില്ല. അത് ഞാൻ പറയാതെ തന്നെ ശേഖരനേട്ടൻ അറിയില്ലേ? അവർ തമ്മിലൊരു വഴക്ക്, അതിനൊക്കെ കണ്ടു നിൽക്കാനാവില്ല. പ്രത്യേകിച്ച് ശിവയ്ക്ക് വയ്യാണ്ടിരിക്കുക. ദേഷ്യം വന്നാൽ പിന്നെ അതൊന്നും അവൻ ശ്രദ്ധിക്കില്ല. ശേഖരേട്ടൻ ഇങ്ങോട്ട് വാ, നിങ്ങളുണ്ടെങ്കിൽ അവന് കുറച്ചെങ്കിലും അടക്കമുണ്ടാവും. സുഭദ്രാമ്മ ഒരു അപേക്ഷ പോലെ പറഞ്ഞതും ശേഖരനും അവർ പറഞ്ഞതിനെക്കുറിച്ച് ആലോചിച്ചു. ശേഖരേട്ടാ. ഞാൻ വരാൻ ഭദ്രേ. അയാൾ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്തു. ആ ഒരു വാക്ക് കേട്ടപ്പോഴാണ് സുഭദ്രാമ്മയ്ക്ക് ആശ്വാസമായത്. ഒന്ന് പറ ശിവ, നിങ്ങളുടെ പ്ലാൻ എന്താ? ആലോചിച്ചിട്ട് എനിക്ക് കൈയും കാലും ഒക്കെ വിറയ്ക്കുന്നു.
ഊണ് കഴിച്ച് ശിവയുടെ ഉച്ചക്കത്തെ മരുന്നും കൊടുത്തുകൊണ്ട് കുഞ്ഞോൾ അവളുടെ റൂമിലേക്ക് പോയത് കണ്ട് ശിവയുടെ റൂമിലേക്ക് ഓടി വന്നതാണ് യാമി. കട്ടിലിൻ്റെ ഹെഡ് ബോർഡിൽ ചാഞ്ഞിരുന്ന് മൊബൈൽ നോക്കിയിരിക്കുകയാണ് ശിവ. വെപ്രാളത്തോടെ റൂമിലേക്ക് വന്ന് ഡോർ ലോക്ക് ചെയ്ത് തൊട്ടടുത്ത് വന്നിരുന്ന് ചോദിക്കുന്നവളെ ശിവ ശരിക്കൊന്ന് നോക്കി. ശിവ പറ, യാമി ആകാംക്ഷയോടെ ചോദിച്ചു. എന്ത് പറയാൻ? ശിവ കണ്ണുകൾ അവളുടെ നേർക്കു കോർത്തു. ഇന്ന് വൈകിട്ട് കുഞ്ഞോളെ പെണ്ണ് കാണാൻ വരില്ലേ? അപ്പോൾ നീയും സച്ചുവേട്ടനും എന്താ പ്ലാൻ ചെയ്ത്? വഴക്കുണ്ടാവോ? സച്ചുവേട്ടൻ അമ്മിയെ വിളിക്കാൻ വരുമോ? യാമി ഒരു കൂട്ടം ചോദ്യങ്ങളോടെ ശിവയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. പെണ്ണ് കാണാൻ വരുന്നവർ പെണ്ണ് കണ്ടങ്ങ് പോകും, അത്ര തന്നെ. മാമി അങ്ങോട്ട് നീങ്ങിയേരി. ഇതെങ്ങോട്ടാണ് ഈ കയറി വരുന്നേ? ശിവ ദൂരേക്ക് കണ്ണ് കാണിച്ചുകൊണ്ട് അലസമായി പറഞ്ഞു. അപ്പം അൻവി, അവൾ പെണ്ണ് കാണാൻ വരുന്നവരുടെ മുൻപിൽ പോയി നിൽക്കുമോ? യാമി കുറച്ച് പിന്നോട്ട് നീങ്ങിയിരുന്നുകൊണ്ട് ചോദിച്ചു. ശരിക്കും അവരുടെ തീരുമാനം എന്തറിയാനുള്ള ആകാംക്ഷയിൽ യാദൃശ്ചികമായി അവൻ്റെ അരികിലേക്ക് ഇരുന്നതായിരുന്നു. ശിവ പറഞ്ഞപ്പോഴാണ് താൻ അവനോട് അത്രയും ചേർന്നായിരുന്നതെന്ന് അവൾ ശ്രദ്ധിച്ചത്. പോയി നിൽക്കണം. അവൻ വിളിച്ച് അവൾ പോകില്ലെന്നാ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താ? അവൾക്ക് അവനെ വേണ്ട. അപ്പോൾ പിന്നെ അച്ഛൻ ആരെ കാണിക്കുന്നോ അവനെ കെട്ടണം. താൻ പറഞ്ഞപ്പോൾ തന്നെ പിന്നിലേക്ക് നീങ്ങിയിരുന്നവളെ ശ്രദ്ധിച്ചുകൊണ്ട് ശിവ അലസമായി തന്നെ പറഞ്ഞു. അതൊന്നുമല്ല, അൻവിക്ക് സച്ചുവേട്ടന് ഇഷ്ടമാണ്, അതെനിക്ക് ഉറപ്പാ. നീ ചെന്ന് അവളോട് പറ സച്ചേട്ടൻ്റെ കൂടെ പോകാൻ. യാമി ഒരു ആലോചനയോടെ കാര്യങ്ങൾ പറഞ്ഞു. ഓ പിന്നെ, എനിക്കതല്ല ഇപ്പോൾ പണി. സ്വന്തം സന്തോഷം നേടാൻ മറ്റൊരാൾ പിന്നീട് തള്ളിത്തരണം എന്ന് പറഞ്ഞു നിന്ന മരണം വരെ ഇങ്ങനെ വല്ലവരുടെയും ഇഷ്ടത്തിന് നിൽക്കേണ്ടി വരും. എനിക്കെന്താ വേണ്ടത്, നിനക്കെന്താ വേണ്ടത്, അവൾക്കെന്താ വേണ്ടത് എന്നൊക്കെ അവനവനെ അറിയും. അതുകൊണ്ട് വേണ്ടത് നേടിയെടുക്കാൻ അവസരം വന്നാൽ വിട്ട് കളയരുത്, അതാർക്ക് വേണ്ടിയിട്ടാണെങ്കിലും. ശിവ ഫോണിലേക്ക് നോക്കിയിരുന്നു കൊണ്ട് പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും എല്ലാതും സ്വന്തമാക്കാനൊന്നും പറ്റില്ല. ചിലതൊക്കെ സ്വന്തമാവണമെന്ന് അത്രമേൽ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ദൂരെ നിന്ന് നോക്കി നിൽക്കാനേ പറ്റൂ. യാമി അവൻ്റെ കണ്ണിലേക്ക് നോക്കി മെല്ലെ പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങനെ നോക്കി നിൽക്കാൻ മാത്രമായി ഒന്നും ആഗ്രഹിക്കരുത്. ശിവ അവളെ നോക്കി ചെറിയൊരു പരിഹാസ ചിരിയോടെ പറഞ്ഞു. അതിപ്പോൾ ഇഷ്ടവും ആഗ്രഹമൊക്കെ നേരവും കാലവും അർഹതയും അർഹതയില്ലായ്മയും നോക്കിയിട്ടല്ലല്ലോ തോന്നുന്നത്. യാമി നിർവികാരമായി പറഞ്ഞു. നിൻ്റെ അഡ്മിഷൻ ഞാൻ ക്യാൻസൽ ചെയ്തിട്ടൊന്നുമില്ല. ഒരു 6 മാസം കഴിഞ്ഞ് ജോയിൻ ചെയ്യാൻ കഴിയൂ. സോ അതുവരെ ആ അഡ്മിഷൻ ഹോൾഡ് ചെയ്യുമോ എന്നൊരു റിക്വസ്റ്റ് അയച്ചത്. യാമി പറയുന്നത് അവൾക്ക് അമേരിക്കയിലേക്ക് പോകാൻ കഴിയാത്തതിനെ കുറിച്ചാണോ എന്ന് കരുതി ശിവ അവളെ നോക്കിക്കൊണ്ട് മെല്ലെ പറഞ്ഞു. തൻ്റെ മനസ്സിൽ ആ കാര്യമേ അല്ലെങ്കിൽ കൂടി ശിവ ആ പറഞ്ഞത് കേൾക്കെ യാമയുടെ കള്ളുകൾ തെല്ലൊന്ന് വിടർന്നു. തൻ്റെ ഹൃദയം പരിഭവിച്ചതുപോലെ തനിക്ക് പ്രിയപ്പെട്ടവൻ അത്രയ്ക്ക് സ്വാർത്ഥനല്ലല്ലോ എന്ന ഹൃദയത്തിൻ്റെ ആശ്വാസമായിരുന്നു അവളുടെ കണ്ണുകളിലെ തിളക്കം. അപ്പോൾ ഭർത്താവിന് ഭാര്യയോട് സ്നേഹമൊക്കെ ഉണ്ടല്ലേ? സൗമ്യമായി സംസാരിക്കുന്നവനെ കാണാൻ വെറുതെ ചുണ്ടി പിടിപ്പിക്കാനായി അവൾ ചോദിച്ചതും ശിവയുടെ കണ്ണുകൾ അവളുടെ നേർക്ക് കുന്തമുന പോലെ കൂർത്തു. അതെ, ഭയങ്കര സ്നേഹമാണ്. സ്നേഹം കൂടുമ്പോൾ ചിലപ്പോൾ ചേട്ടൻ കയറി അതൊന്ന് പ്രകടിപ്പിക്കും. വാരിക്കൂട്ടാൻ എല്ലുപൊടി പോലും ബാക്കി വെക്കില്ല. പറഞ്ഞേക്കാം. നിന്നോട് പറഞ്ഞിട്ടുണ്ട് മാമി, അത് അവിടെ നിന്ന് കഴിഞ്ഞോന്ന്. പിന്നെ അതിങ്ങനെ ഇടയ്ക്കിടെ ഇങ്ങനെ എന്നെ ചൊറിയാനായി എടുത്തിട്ടാ. പൊന്നു മോളെ, പെണ്ണാണെന്ന പരിഗണന തരില്ലെന്നും വരില്ല, പറഞ്ഞേക്കാം. ശിവ ഒരു വാണിംഗ് പോലെ പറഞ്ഞതും യാമയുടെ നെഞ്ചിൽ എന്തോ വന്ന് കുത്തിയിറങ്ങിയതുപോലെ തോന്നി. തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിൽ കൂടി താൻ സ്വയം താഴ്ന്നു പോവുകയാണോ എന്നൊരു തോന്നൽ. അല്ല, തൻ്റെ ഹൃദയം തന്നെ തോൽപ്പിക്കുകയാണ്. പ്രത്യേകമായൊരു വെറുപ്പോ ഒന്നും മനസ്സിലില്ലെങ്കിൽ കൂടി പതിവ് ദേഷ്യത്തിൽ സ്വാഭാവികമായാണ് ശിവ അത് പറഞ്ഞത്. പക്ഷെ തൻ്റെ വാക്കുകൾ കേട്ട് അവളുടെ മുഖം വിവർണമായത് ശിവ ശരിക്കും ശ്രദ്ധിച്ചു. താൻ പറഞ്ഞത് അവൾക്ക് ഹേർട്ടായോ? അതിനു വേണ്ടിയൊന്നും പറഞ്ഞില്ലല്ലോ. ഇതൊക്കെ മുൻപും പറയാറുള്ളതല്ലേ? അവൻ ഓർത്തു. നിങ്ങളുടെ പ്ലാൻ എന്താണപ്പോൾ എന്നോട് പറയില്ലല്ലേ? യാമി തൻ്റെ മനസ്സിലെ മൂകത മറച്ച് പഴയ അതേ ചൂടിയോടെ പെട്ടെന്ന് ചോദിച്ചതും ശിവ അവളെ തന്നെ ഒന്ന് നോക്കി. ഇല്ല, അവൻ പറഞ്ഞു. പ്ലീസ് പറയടോ, ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ? ആരും കാണാതെ അൻവിയെ സച്ചുവേട്ടൻ്റെ വീട്ടിൽ കൊണ്ടുവിടണോ? യാമി രഹസ്യമായി ചോദിച്ചു. എന്നാൽ പിന്നെ ശേഖരൻ മുതലാളി നിന്നെ ഈ വീട്ടിൽ നിന്ന് തൂക്കിയെടുത്ത് ദൂരെ കളയും. ശിവ അവളെ നോക്കി ആക്കിയൊരു ചിരിയോടെ പറഞ്ഞു. ആ, എന്നാൽ അത് വേണ്ട. പുറത്താക്കുന്നത് പേടിച്ചിട്ടൊന്നുമല്ല. പക്ഷെ ഇതുപോലെ സമാധാനത്തോടെ നിൽക്കാൻ വേറെ ഇടയില്ല, അതാ. യാമി അവനെ നോക്കി കണ്ണ് ചിമ്മിയൊരു ചിരിയോടെ പറഞ്ഞു. നിനക്ക് ശരിക്കും ഫാമിലി ആരും ഇല്ലേ? അച്ഛൻ്റെ വകയിലോ അമ്മയുടെ ബാക്കിക്കാരോ അങ്ങനെ ആരും ഇല്ലേ? ശിവ അവളെ നോക്കി സംശയത്തോടെ ചോദിച്ചു. ആര് പറഞ്ഞില്ലെന്ന്? അതൊക്കെ ഒത്തിരി പേരുണ്ട്, നിന്നെ പോലെ തന്നെ.
അവർക്കും ഈ പാവപ്പെട്ടങ്ങളെ വേണ്ട മോനെ. പിന്നെ നമ്മളെ ആവശ്യമില്ലാത്തവരുടെ അടുത്ത് ചെന്ന് ഒരധികപ്പറ്റായി നിൽക്കുന്നത് ശരിയല്ല എന്നറിയാവുന്നത് കൊണ്ട് ഞാൻ ആരെയും തേടിപ്പോയിട്ടില്ല. യാമി ശിവയെ നോക്കാതെ മറ്റെങ്ങനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതൊരു നല്ല കാര്യം. നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ടെന്ന് തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നമേ മനുഷ്യനുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അവൾ പറഞ്ഞത് സമ്മതിച്ചുകൊണ്ട് ശിവയും പറഞ്ഞു. പക്ഷേ സച്ചുവേട്ടനും അൻവിയും അങ്ങനെയല്ല. അവർ തമ്മിൽ പരസ്പരം ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അവരൊരുമിക്കണം. എനിക്കറിയാം നീ അവരെ ചേർത്ത് വെക്കുമെന്ന്. എന്നാലും ഞാൻ പറയാം, എൻ്റെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തോളാം. അതിൻ്റെ പേരിൽ നിൻ്റെ അച്ഛൻ എന്നെ പുറത്താക്കിയാലും കുഴപ്പമില്ല. ആയുസ്സുണ്ടെങ്കിൽ അത് തീരും വരെ നമുക്ക് ജീവിക്കാനൊരിടം ദൈവം കണ്ടുവച്ചിട്ടുണ്ടാവും. യാമി അവൻ്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് റൂമിന് പുറത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. ശിവ അവളെ ഒന്ന് നോക്കിയതല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല. എന്തോ അവളുടെ വിശ്വാസം അവളെ രക്ഷിക്കട്ടെ എന്നൊരു ഭാവമായിരുന്നു അവനിൽ. അല്ലെങ്കിൽ ആ പെണ്ണിൻ്റെ ഹൃദയത്തെ താൻ കണ്ടില്ല, അറിഞ്ഞില്ല എന്ന് നടിക്കുന്ന ഒരു ഭാവം. തിരികെ റൂമിലേക്ക് കയറുമ്പോൾ എന്തെന്നറിയാതെ യാമിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അടുത്ത നിമിഷം തന്നെ അതിരങ്ങളിലേക്കൊരു പുഞ്ചിരി വിരിയിച്ചുകൊണ്ട് അവൾ ആ കണ്ണുനീര് ഒളിപ്പിച്ചു. അബിയേട്ടൻ വന്നു അമ്മേ. പതിവില്ലാത്ത നേരത്തെ വീട്ടിലേക്ക് വന്ന അബിയെ കാണാൻ അടുക്കളയിലേക്ക് വന്ന കുഞ്ഞോൾ അമ്മയെ നോക്കി ചോദിച്ചു. അബി മാത്രമല്ല, അച്ഛനും അജുവും വന്നിട്ടുണ്ട്. എൻ്റെ മോള് അമ്മ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ജീവിതത്തിൽ സുഖവും ദുഃഖവും സംഭവിക്കുന്നത് നമ്മൾ ആരുടെയും കുഴപ്പം കൊണ്ടല്ല, അത് ഈശ്വര നിശ്ചയ. അച്ഛനും അമ്മയും നിൻ്റെ ഏട്ടന്മാരും അല്ല നിൻ്റെ നല്ലതേ ആഗ്രഹിക്കുമെന്ന് നിനക്കറിയില്ലേ? അടുക്കളയിൽ കുറച്ച് പ്ലേറ്റുകളിലേക്കായി വിവിധ ഇനം പലഹാരങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് സുഭദ്രാമ്മ കുഞ്ഞോളോടായി ചോദിച്ചു. തൻ്റെ അമ്മ എന്താ പറഞ്ഞു വരുന്നത് എന്നറിയാതെ സംശയത്തോടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ് അൻവിയെങ്കിൽ സുഭദ്രാമ്മയ്ക്ക് അപ്പുറം വരുന്നവർക്കുള്ള ചായയിൽ മധുരം ഇട്ടുകൊണ്ടിരിക്കുന്ന യാമി സുഭദ്രാമ്മ പറയാൻ പോകുന്ന കാര്യത്തോട് അൻവി എങ്ങനെ പ്രതികരിക്കും എന്ന ചിന്താക്കുഴപ്പത്തിലായിരുന്നു. യാമിയുടെ അതേ ചിന്ത തന്നെയായിരുന്നു സുഭദ്രാമ്മയ്ക്കും. കുഞ്ഞോൾ എങ്ങനെ പ്രതികരിക്കും? അമ്മ എന്തൊക്കെയാ പറയുന്നേ? ഇതൊക്കെ ആർക്കായി എടുത്തു വെക്കുന്നേ? ആരെങ്കിലും വരുന്നുണ്ടോ ഇങ്ങോട്ട്? അമ്മ പറഞ്ഞതൊന്നും മനസ്സിലാവാതെ അൻവി സംശയത്തോടെ ചോദിച്ചു. വരുന്നുണ്ട്. ആര്? നിന്നെ കാണാൻ. അച്ഛനാ പറഞ്ഞത് നിന്നെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ടെന്ന്. നല്ല കൂട്ടരാ, നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാം. ചെറുക്കൻ ഡോക്ടറാന്നാ അച്ഛൻ പറഞ്ഞത്. എൻ്റെ മോളൊരു എതിരും പറയരുത്, അവരൊന്ന് കണ്ടിട്ട് പോയിക്കോട്ടെ. സുഭദ്രാമ്മ ഒരു പിടപ്പോടെ അവളുടെ കവളിൽ കൈവച്ച് പറഞ്ഞതും അൻവി അമ്മ പറഞ്ഞത് കേട്ടൊരു നടുക്കത്തോടെ ഇല്ലെന്ന് തലയാട്ടി. അൻവി മോളെ. ഇല്ല അമ്മ, എന്നെക്കൊണ്ട് കഴിയില്ല. ഞാൻ വരില്ല, ആരുടെ മുന്നിലേക്കും വരില്ല. അൻവി നിഷേധത്തോടെ പറഞ്ഞുകൊണ്ട് പിന്നിലേക്ക് അടിവെച്ച് നീങ്ങി. ഇന്ന് തന്നെ അവനൊപ്പം ജീവിക്കണം എന്നല്ല കുഞ്ഞോളെ ഞങ്ങൾ പറയുന്നത്. പരസ്പരം ഇഷ്ടമായ ഒരു നിശ്ചയം നടത്തിയിടാം. എന്നിട്ട് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്ക് മനസ്സിലാക്കിയതിന് ശേഷം വിവാഹം. അടുക്കള വാതിൽക്കൽ നിന്ന് രാജശേഖരൻ്റെ വാക്കുകൾ കേൾക്കെ അൻവി നിറഞ്ഞ കണ്ണുകളോടെ അച്ഛനെ നോക്കി. നിന്റെ കാര്യത്തിൽ ഒരു തെറ്റ് അച്ഛന് പറ്റി, അത് ഞാൻ സമ്മതിക്കുന്നു. ഇനി അതുണ്ടാവില്ല. എൻ്റെ മോളെ പൊന്നു പോലെ നോക്കുന്നവനെ അച്ഛന് കൊടുക്കൂ. നിനക്ക് വേണമെങ്കിൽ വരുന്നവർക്ക് മുന്നിൽ വരാതെ അച്ഛനെ അവർക്ക് മുന്നിൽ നാണം കെടുത്താം. പക്ഷേ എൻ്റെ മോൾ അങ്ങനെ ചെയ്യില്ലെന്ന വിശ്വാസത്തിലാണ് അച്ഛൻ അവരോട് വരാൻ പറഞ്ഞത്. ആ വിശ്വാസം തെറ്റിക്കരുത്. നല്ല മോളായി അവരെ വന്ന് കാണണം. നിനക്ക് സമ്മതമാണെങ്കിൽ മാത്രമേ അച്ഛൻ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കൂ. ശേഖരൻ തെല്ല് സ്നേഹത്തോടെ പറഞ്ഞതും ഇന്നുവരെ അച്ഛനെ എതിർത്തൊന്നും പറഞ്ഞിട്ടില്ലാത്തവൾ അതും കണ്ണീരോടെ തല താഴ്ത്തി നിന്ന് കേട്ടു. അവരിപ്പോൾ ഇങ്ങ് വരും. ഈ വേഷമൊക്കെ ഒന്ന് മാറ്റി വേറെ നല്ലതെന്താന്ന് എടുത്തിട്ട് വാ. സുഭദ്രാമ്മ അവൾക്ക് അടുത്തേക്ക് വന്ന് സ്നേഹത്തോടെ പറഞ്ഞു. അൻവി അമ്മയെ അത്രയും ദയനീയമായെന്ന് നോക്കി. അവർക്കറിയാം അവളുടെ മനസ്സെന്താണെന്ന്. അതുപോലെ തൻ്റെ മകളുടെ ഏറ്റവും നല്ല കൈകളിൽ ഏൽപ്പിക്കണമെന്ന ആ അച്ഛൻ്റെ മനസ്സും അവർക്കറിയാം. തൻ്റെ മനസ്സെന്താണെന്ന് അറിഞ്ഞിട്ടും തനിക്കിഷ്ടമില്ലാത്തൊരു ജീവിതത്തിലേക്ക് പിന്നെയും തള്ളിവിടാൻ ഒരുങ്ങുന്ന അച്ഛനോടും അമ്മയോടും അവളുടെ മനസ്സ് നിറയെ പരിഭവമായിരുന്നു. അച്ഛൻ്റെ വാക്കുകൾ കേട്ട് അനുസരണയുള്ളൊരു മകളായി മനസ്സ് മരവിച്ചവൾ റൂമിലേക്ക് നടക്കുമ്പോൾ ഹൃദയം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവൻ്റെ വിങ്ങുന്ന മുഖമായിരുന്നു അങ്കക്കണ്ണിൽ. നീയില്ലാതെ എനിക്ക് പറ്റില്ലടി. മറ്റൊരുത്തനും മുന്നിലും പോയി നിൽക്കരുത് നീ. അതിനെ ഞാൻ സമ്മതിക്കില്ല. ഞാൻ വിളിച്ച കൂടെ വന്നേക്കണേടി. സച്ചുവിൻ്റെ വാക്കുകൾ അൻവി കാതിൽ കേട്ടുകൊണ്ടേയിരുന്നു. ഇന്നിങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ടെന്ന് സച്ചു അറിഞ്ഞിട്ടുണ്ട്. തന്നെ ആർക്കും മുന്നിലും ഒരു കാഴ്ച വസ്തുവായി അവൻ നിർത്തില്ല. അത് അൻവിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ ഇങ്ങോട്ട് വന്ന അച്ഛൻ, അവർ തമ്മിൽ വലിയ വഴക്കാവും. അൻവി പേടിയോടെ ഓർത്തു. തന്നെ കൂടെ വിളിച്ചാൽ അച്ഛനെ എതിർത്ത് എങ്ങനെ സച്ചുവേട്ടൻ്റെ കൂടെ പോവും? തന്നെപ്പോലെ ഒരുത്തിയെ മകൻ്റെ ഭാര്യയായി ആ വീട്ടുകാർ ഒരിക്കലും ആഗ്രഹിക്കുന്നുണ്ടാവില്ല.
നിലയുറക്കാത്ത ഓരോ ചിന്തകളാൽ അവളുടെ മനസ്സുഴറി. ഹൃദയം നിറഞ്ഞു നിൽക്കുന്ന പ്രണയത്തെ മറന്ന് തങ്ങളുടെ പ്രണയം തങ്ങൾക്ക് ചുറ്റുമുള്ളവരെ എങ്ങനെ ബാധിക്കും എന്നാണ് അവൾ ഓർത്തത്. അവർ വന്നു. അൻവി ഇതുവരെ ഒരുങ്ങിയില്ലേ? യാമിയുടെ ശബ്ദം കേട്ട് ഒരു ഞെട്ടലോടെ അൻവി തിരിഞ്ഞു നോക്കി. യാമി, പറ, രാവിലെ ഏട്ടനും സച്ചുച്ചനും എന്താ സംസാരിച്ചേ? നീ കേട്ടില്ലേ അവർ പറഞ്ഞത്? ഏട്ടനറിയില്ലേ ഇന്നിവർ വരുന്ന കാര്യം? യാമിയെ കണ്ടതും അൻവി വെപ്രാളത്തോടെ അവൾക്ക് അടുത്തേക്ക് ചെന്ന് ചോദിച്ചു. വരുന്ന കാര്യമൊക്കെ ശിവയ്ക്ക് അറിയാം. അവൻ സച്ചുവേട്ടനോട് പറഞ്ഞിട്ടും ഉണ്ടാവും. പക്ഷെ അവരുടെ തീരുമാനം എന്താണെന്ന് എനിക്കറിയില്ല അൻവി. ഞാൻ ചോദിച്ചിട്ട് ശിവ ഒന്നും പറഞ്ഞില്ല. നീ പെട്ടെന്ന് റെഡിയാവാൻ നോക്ക്. താഴെ ആൻറ്റി വിളിക്കുന്നുണ്ട് നിന്നെ. യാമി അൻവിയുടെ ചുവന്ന മുഖത്തേക്ക് നോക്കി അലിവോടെ പറഞ്ഞു. എനിക്ക് പേടിയാവുന്നുണ്ട് യാമി. നീ ഏട്ടനോട് പോയി പറ, പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്ന്. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എനിക്കിഷ്ടമുണ്ടെങ്കിലേ വിവാഹമൊക്കെ തീരുമാനിക്കൂന്ന്. ഞാൻ അച്ഛനോട് പറഞ്ഞോളാം എനിക്കിഷ്ടമായില്ലെന്ന്. സച്ചൂച്ചനോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറ. അച്ഛനോട് വഴക്കിടേണ്ടെന്ന് പറ. അൻവി ഒരു തരം പരവേശത്തോടെയും യാമിയുടെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് അപേക്ഷ പോലെയും പറഞ്ഞു. അതിന് സച്ചുവേട്ടൻ ഇങ്ങോട്ട് വരുമെന്ന് നമുക്ക് ഉറപ്പൊന്നും ഇല്ലല്ലോ അൻവി. പിന്നെ ഇതും പറഞ്ഞ് ഞാൻ ശിവയുടെ അടുത്തേക്ക് ചെന്നാൽ അവൻ്റെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വരുമെന്നല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. നീ ഇങ്ങനെ പേടിച്ചു നിന്നാൽ ഒന്നും ശരിയാവില്ല അൻവി. സ്നേഹിച്ച ആളെ മറന്ന് വീട്ടുകാർക്ക് വേണ്ടി ഒരാളുടെ മുന്നിൽ താനെ കുടിച്ചു കൊടുത്തതല്ലേ നീ? നീ തിരഞ്ഞെടുത്തയാൾ തെറ്റാണെന്ന് പറഞ്ഞതല്ലേ അത് സംഭവിച്ചത്. പക്ഷേ ആ തെറ്റ് അച്ഛനും അമ്മയ്ക്കും ആയിരുന്നു പറ്റിയതെന്ന് ഇപ്പോൾ ഈ വീട്ടിൽ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നീ ഇത്തിരി ധൈര്യം കാണിച്ചാൽ മുമ്പ് നീ തിരഞ്ഞെടുത്തത് തന്നെയായിരുന്നു നിൻ്റെ സന്തോഷം എന്ന് ഇന്നല്ലെങ്കിൽ നാളെ ഇവർക്കൊക്കെ മനസ്സിലാവും. പക്ഷേ നീ വിചാരിക്കണം. ഒത്തിരി ഇഷ്ടമല്ലേ സച്ചുവേട്ടനെ? മറ്റാരെയും നോക്കേണ്ട അൻവി. കൂടെ ചെല്ല് പ്ലീസ്. യാമി ഏറെ സ്നേഹത്തോടെ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞതും അൻവി കരഞ്ഞു പോയിരുന്നു. അൻവി, താഴെ നിന്നും അബിയുടെ വിളി വന്നു. ചെന്ന് മുഖം കഴുകുക. എന്നിട്ട് പോയി അങ്കിളിനോട് പറ സച്ചുവേട്ടനെ അല്ലാതെ വേറെ ആരെയും വേണ്ടെന്ന്. യാമി അവളുടെ മുഖം അമർത്തി തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞ് നേരെ പുറത്തേക്ക് നടന്നു. പോകുമ്പോൾ വെറുതെ ശിവയുടെ റൂമിലേക്കൊന്ന് എത്തി നോക്കി. മരുന്ന് കഴിച്ച ക്ഷീണം കൊണ്ടെന്ന് തോന്നുന്നു അവൻ നല്ല മയക്കത്തിലാണ്. അവനെ ഉണർത്താതെ റൂമിൻ്റെ ഡോർ മെല്ലെ തിരികെ ചാരിക്കൊണ്ട് യാമി തന്നെ ഹാളിൽ ചെന്നു. ഇപ്പോൾ വല്ലാത്തൊരു നിശബ്ദതയാണ് ഈ വീട്ടിൽ. പക്ഷേ ഏത് നിമിഷവും ഒരുവൻ്റെ ശബ്ദം ഇവിടെ കലിയോടെ മുഴങ്ങും. വിളിച്ചിട്ട് വരണമെന്ന് ശിവ പറഞ്ഞെങ്കിലും മനഃപൂർവ്വം അവനെ വിളിക്കാതെയാണ് സച്ചു ചിറക്കിലെ ഗേറ്റ് കടന്ന് വീട്ടുമുറ്റത്തേക്ക് കടന്നത്. കരിനീല നിറത്തിലുള്ള ഒരു ഫുൾ സ്ലീവ് ഷർട്ടും വെള്ള മുണ്ടുമാണ് അവൻ്റെ വേഷം. മുഖം അത്രമേൽ ഗൗരവത്തിലാണെങ്കിലും കൂടെ വന്നേക്കണടി എന്നൊരു അപേക്ഷ അവൻ്റെ ഹൃദയം ഓരോ സെക്കൻഡിലും അവളോടെന്നപ്പോൾ മൗനമായി പറയുന്നുണ്ട്. മുറ്റത്തേക്ക് കയറിയതേ ആദ്യം കണ്ണുകളെത്തുന്നത് ഇടതുവശത്തായുള്ള വലിയ കാർ പോർച്ചിൽ നിർത്തിയിട്ട ആഡംബര കാറുകളിലാണ്. പിന്നെ നേരെ നോക്കുന്നത് ആ വലിയ വീടിൻ്റെ സിറ്റൗട്ടിലേക്കോ. നോട്ടം എത്തിയതേ കണ്ടു പെണ്ണ് കാണാൻ വന്നവരോട് എന്തൊക്കെയോ സംസാരിച്ചിരുന്ന രാജശേഖരനെ അയാൾ ഇരുന്നിടത്തിൻ്റെ ഇടവും വലവും തന്നെ അഭിയും അജും ഏൽക്കുന്നുണ്ട്. അവനെന്താ ഇവിടെ? വീട്ടിലേക്ക് കടന്നു വരുന്ന സച്ചുവിനെ കണ്ടതും അജു മുറുക്കമേറിയ മുഖത്തോടെ അഭി നോക്കി ചോദിച്ചു. അഭി അപ്പോഴാണ് സച്ചുവിനെ നോക്കുന്നത്. അവനെ കണ്ട മാത്രയിൽ അഭിയുടെ മുഖം വെപ്രാളത്തോടെ അച്ഛനെ നോക്കി. പിന്നെ ഒരു കുതിപ്പിൽ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് സച്ചുവിന് നേർക്ക് ചെന്നു. അവന് പിന്നാലെ തന്നെ അജുവും. സച്ചു എന്താ ഇവിടെ? മുന്നോട്ട് നടക്കാൻ കഴിയാത്ത വിധം സച്ചുവിന് മുന്നിൽ തടസ്സമായി നിന്നുകൊണ്ട് അഭി രൂക്ഷമായി ചോദിച്ചു. എനിക്ക് അൻവിയുടെ അച്ഛനെ കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. സച്ചു അഭിയെ നോക്കി ഭാവമാറ്റമില്ലാതെ ഒട്ടും ഭയമോ പതർച്ചയോ ഇല്ലാതെ പറഞ്ഞു. ഇപ്പോൾ പറ്റില്ല, പോയിട്ട് പിന്നെ എപ്പോഴെങ്കിലും വാ. വെറുതെ ഒരു സീനുണ്ടാക്കാൻ നിൽക്കരുത് നീ. സച്ചുവിൻ്റെ ഷോൾഡറിൽ പിടിച്ച് മെല്ലെ പിന്നോട്ട് നീക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു അഭി. ഇപ്പോൾ സംസാരിക്കേണ്ടത് ഇപ്പോൾ തന്നെ സംസാരിക്കണം അഭി. പിന്നത്തേക്ക് മാറ്റിവെക്കാൻ കഴിയില്ല എനിക്ക്. സച്ചു അഭിയുടെ കൈ ഷോൾഡറിൽ നിന്ന് എടുത്തു മാറ്റി അവനെ മറികടന്ന് മുന്നോട്ട് നടക്കാൻ ആഞ്ഞുകൊണ്ട് പറഞ്ഞതും അജു അവനെ ശക്തമായി പിന്നോട്ട് തള്ളിക്കഴിഞ്ഞിരുന്നു. നിന്നോടല്ലട നായെ ഇപ്പോൾ സംസാരിക്കാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞത്. പിന്നെയും കയറിപ്പോകാൻ ഇത് നിൻ്റെ അച്ഛ വീടെന്ന് കരുതിയോടാ നീ. അജു ദേഷ്യത്തോടെ ചീറിയതും സിറ്റൗട്ടിൽ അവരെ നോക്കി നിന്നിരുന്ന രാജശേഖരൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. ദേടാ മോനെ, ഇങ്ങനെ കിടന്ന് തുള്ളാൻ ഇത് നിൻ്റെയും അച്ഛ വീടൊന്നും അല്ലല്ലോ. ആണോ? ഞാൻ മര്യാദയ്ക്ക പറഞ്ഞത്. എനിക്ക് അൻവിയുടെ അച്ഛനെ കാണണം, സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടേ. നീയല്ല നിൻ്റെ തന്തം മുകുന്ദം വന്ന് ചലച്ചാലും സച്ചു കണ്ടിട്ടേ പോകൂ. അജുവിൻ്റെ തള്ളയിൽ പെട്ടെന്നൊന്ന് ആഞ്ഞു പോയെങ്കിലും തിരികെ അതിനേക്കാൾ ശക്തിയിൽ അജുവിനെ പിന്നോട്ട് തള്ളിക്കൊണ്ട് സച്ചു മുന്നോട്ട് നടന്നു. എന്തിനാടാ സീനാക്കിയത്? മര്യാദയ്ക്ക് കാര്യം പറഞ്ഞിരുന്നേ അവൻ കേട്ടേനെ. ഇതിപ്പോൾ മേലെ റൂമിലുള്ളവൻ കൂടെ കാര്യം അറിഞ്ഞ കണക്കായി. പ്രശ്നം ഒതുക്കാൻ ശ്രമിക്കാതെ രൂക്ഷമായി പെരുമാറി അജുവിനെ നോക്കി ദയനീയമായി പറഞ്ഞുകൊണ്ട് അഭി സച്ചുവിന് പിന്നാലെ ചെന്നു. സച്ചു, ഞാൻ പറയുന്നത് കേൾക്ക്.
ഇവിടെ ഇപ്പോൾ ഞങ്ങൾ മാത്രമല്ല, വേറെയും ആൾക്കാരുണ്ട്. നീ ഇപ്പോൾ ഒരു സീനുണ്ടാക്കാതെ ഞാൻ പറഞ്ഞത് കേൾക്ക് പ്ലീസ്. അബി സച്ചുവിന് പിന്നാലെ ചെന്നുകൊണ്ട് പറഞ്ഞു. ഇവിടെ നിങ്ങൾ മാത്രമല്ല, വേറെയും ചിലരുണ്ടെന്ന് എനിക്കറിയാം അബി. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നത്. വന്നില്ലെങ്കിൽ ഇനിയും നിങ്ങളിതുപോലെ അവളെ പലർക്കും മുന്നിലും നിർത്തും. ഒരിക്കൽ നിങ്ങൾ പറയുന്നത് കേട്ട് വിട്ടു തന്നതാ ഞാൻ അവളെ. എന്നേക്കാൾ മുന്തിയ ജാതിയും ജോലിയും സാമ്പത്തികവും എല്ലാം ഉള്ളൊരുത്തനെ നിങ്ങൾ അവൾക്ക് വേണ്ടി കണ്ടെത്തിയില്ലേ? ചോർന്നൊലിക്കുന്ന എൻ്റെ വീട്ടിൽ കിടന്നവൾ കഷ്ടപ്പെടേണ്ടി വരും, പട്ടിണി കിടക്കേണ്ടി വരും എന്നൊക്കെ ഒത്തിരി കാരണങ്ങൾ പറഞ്ഞ് എൻ്റെ ഈ നെഞ്ചിൽ നിന്നാ നിങ്ങൾ അവളെ മറ്റൊരുത്തൻ്റെ താലിക്ക് മുന്നിലേക്ക് പിടിച്ചിരുത്തിയത്. എന്നിട്ട് എവിടെ നിങ്ങൾ കണ്ടെത്തിയവൻ? സച്ചു അങ്ങേയറ്റം ദേഷ്യത്തോടെ ചോദിച്ചുകൊണ്ട് നേരെ നിന്നത് രാജശേഖരൻ്റെ മുന്നിലേക്കാണ്. അയാൾ അവനെ അതിരൂക്ഷമായി നോക്കി നിൽക്കുകയാണ്. പെണ്ണ് കാണാൻ വന്നവർക്കും കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അവരും നോക്കുന്നത് സച്ചുവിനെയാണ്. ഒരു പ്രശ്നത്തിന് നിൽക്കാതെ ഇറങ്ങിപ്പോകാൻ നിന്നോട് മലയാളത്തിൽ പറഞ്ഞു. പോ സച്ചു. അജു ഒന്ന് സച്ചുവിൻ്റെ കോളറിൽ മുറുകെ പിടിച്ചുകൊണ്ട് പിന്നോട്ട് വലിച്ചു. ഞാൻ വന്നത് നിന്നോട് സംസാരിക്കാനല്ലെന്ന് പറഞ്ഞില്ലടാ കോപ്പെ. നിമിഷം നേരം കൊണ്ട് സച്ചു അജുവിനെ പിടിച്ച് കലിയോടെ പിന്നോട്ട് തള്ളി. കള്ളപ്പാ നീ എന്ത് ധൈര്യത്തിലാടാ ഇങ്ങോട്ട് കയറി വന്നത്? അജു വേണ്ട. അജു കലിയടങ്ങാതെ സച്ചുവിന് നേർക്ക് ചെന്നതും അഭി അവനെ പിടിച്ചു വെച്ചു. ഒപ്പം തന്നെ മെയിൻ ഡോർ വഴി മുകളിലെ ശിവയുടെ റൂമിലേക്കും ഒന്ന് നോക്കി. അത് കണ്ടതും അജു നേരെ അകത്ത് നിൽക്കുന്ന യാമിയുടെ അടുത്തേക്ക് ചെന്നു. നീ ചെന്ന് ശിവയുടെ റൂം പുറത്തു നിന്ന് പൂട്ടിയിട്ട് വാ. യാമിയെ നോക്കി വല്ലാത്തൊരു വെറിയോടെ അജു പറഞ്ഞതും യാമി ഒരു നടുക്കത്തോടെ അവനെ നോക്കി. പറഞ്ഞത് കേൾക്ക്, പോയി പൂട്ടിയിട്ട് വാ. അജു അവളെ മുന്നോട്ട് തള്ളി പറഞ്ഞയച്ചുകൊണ്ട് സിറ്റൗട്ടിലേക്ക് തന്നെ നടന്നു. ഒരു പ്രശ്നം ഉണ്ടാക്കണം എന്ന് കരുതി വന്നതല്ല ഞാൻ. ഒരിക്കൽ നിങ്ങൾ പറഞ്ഞത് കേട്ട് വിട്ടു തന്നില്ലേ ഞാൻ. ഇനി എനിക്ക് പറ്റില്ല. അവൾ എൻ്റേതാ. അന്ന് നിങ്ങൾ പറഞ്ഞ പോലെയല്ല. ഇന്ന് അവളെ പട്ടിണി കിടക്കാതെ നോക്കാൻ എനിക്ക് കഴിയും. എൻ്റെ വീടോ വീട്ടുകാരോ ഒന്നും ഞങ്ങൾ ഒരുമിക്കുന്നതിൽ ഇന്നൊരു തടസ്സമല്ല. പിന്നെ ജാതി, അതിപ്പോൾ ജനിച്ചു പോയില്ലേ, മാറ്റാൻ ഒക്കില്ലല്ലോ. ഞാൻ അവളുടെ കഴുത്തിലൊരു താലി കെട്ടുന്നതിൽ നിങ്ങളുടെ സമ്മതമാണെങ്കിൽ ഒരു ജന്മത്തിൻ്റെ കടപ്പാടോടെ ഇന്ന് ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അതല്ല, ഇനിയും എനിക്ക് അവളെ തരില്ലെന്ന് തന്നെയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഞാനിന്ന് ഈ പടി ഇറങ്ങുമ്പോൾ അവളും എൻ്റെ കൂടെ ഉണ്ടാവും. രാജശേഖരന് മുന്നിൽ വന്ന് നിന്ന് ചങ്കുറപ്പോടെ തന്നെ സച്ചു പറഞ്ഞു. നിന്നെപ്പോലെ ഒരു നായ്ക്കളെ തരില്ലട ഇവിടുന്ന് ആരും. സച്ചുവിൻ്റെ കണ്ണിലേക്ക് ഉറ്റുനോക്കുന്ന രാജശേഖരൻ്റെ മനസ്സ് മാറുന്നു എന്ന് തോന്നിയതും അജു ഒന്ന് സച്ചുവിനെ പിടിച്ചു വലിച്ച് വീടിന് പുറത്തേക്ക് തള്ളി. ഒരു വാതിലിനപ്പുറം നെഞ്ചിൽ കൈവച്ച് കരച്ചിലടക്കി നിന്നവൾ സച്ചു നിലത്തേക്ക് വീണതറിയ ഒരു കുതിപ്പിൽ സിറ്റൗട്ടിലേക്ക് വന്നു. കുഞ്ഞോൾ അകത്തേക്ക് പോ. വീട്ടിൽ വന്നവരുടെ മുന്നിൽ വെച്ച് കുഞ്ഞോൾ സച്ചുവിൻ്റെ കൂടെ ഇറങ്ങിപ്പോയാൽ തൻ്റെ അച്ഛന് അതൊരു വലിയ അപമാനമാകുമെന്ന് തോന്നിയ അബി കുഞ്ഞോളെ നോക്കി അല്പം രൂക്ഷമായി അകത്തേക്ക് പോകാൻ പറഞ്ഞതും, ഏട്ടാ സച്ചൂച്ചൻ തല്ലേന്ന് പറയാ ചേട്ടനോട്. അൻവി അബിയെ നോക്കി പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നീ ഞാൻ പറഞ്ഞത് കേൾക്ക്, അകത്തേക്ക് പോ അൻവി. അബി കൂടുതൽ ദേഷ്യത്തോടെ അവളെ അകത്തേക്ക് തള്ളി. ഇറങ്ങിപ്പോടാ. അജു സച്ചുവിനെ പിടിച്ച് പിന്നോട്ട് തള്ളുകയാണ്. തിരികെ തല്ലാനും അവന് വേണ്ട മറുപടി കൊടുക്കാനും അറിയാഞ്ഞിട്ടല്ല, പക്ഷെ തന്നെ നോക്കിയ രാജശേഖരൻ്റെ കണ്ണിൽ എവിടെയോ ഒരു കാരുണ്യം അവൻ കണ്ടിരുന്നു. എങ്ങാനും ആ മനസ്സ് തനിക്ക് അവളെ തരാൻ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവനെ എതിർക്കുന്നതോ വാവിട്ടെന്തെങ്കിലും പറയുന്നതോ പ്രശ്നമാവുമെന്ന് തോന്നി അവന്. തല്ലല്ലേന്ന് പറയട്ടാ, ഞാൻ കാല് പിടിക്കാം, വഴിക്കിടയല്ലെന്ന് പറയാം. കുഞ്ഞോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അബിയുടെ കാൽച്ചുവട്ടയിലേക്ക് ഇരുന്നതും അബിയുടെ ദേഹം അപ്പാടെ വിറച്ചു പോയെങ്കിൽ തനിക്ക് വേണ്ടിയുള്ള തൻ്റെ പെണ്ണിൻ്റെ നെഞ്ചു പൊട്ടിയുള്ള കരച്ചിൽ കാണി സച്ചുൻ്റെ ഹൃദയവും പിടഞ്ഞു. അജു ശിവയുടെ റൂം ലോക്ക് ചെയ്യാനായി പറഞ്ഞയച്ചെങ്കിലും അതിന് പോകാതെ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു യാമി. അവൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരണേ എന്നൊരു പ്രാർത്ഥനയോടെ. എന്നാൽ മരുന്നിൻ്റെ മയക്കത്തിലോ ശരീരത്തിൻ്റെ ക്ഷീണത്തിലോ ഉറക്കിൽ പെട്ടുപോയൻ താഴെയുള്ള ബഹളങ്ങളൊന്നും കേട്ടില്ല. ശേഖരൻ്റെ കണ്ണുകൾ അജുവിൻ്റെ കയ്യിൽ നിന്നും തല്ലുവാങ്ങുന്ന സച്ചുനെ തന്നെ നോക്കുകയാണ്. അയാൾക്കറിയാം അവൻ തിരികെ തല്ലാൻ തുടങ്ങുന്ന നിമിഷം വരെ മാത്രമേ അജുവിൻ്റെ ചങ്കൂറ്റം ഉണ്ടാകൂ എന്ന്. എങ്കിലും തൻ്റെ മകൾക്ക് വേണ്ടി അവൻ എത്രത്തോളം സഹിക്കുന്നു എന്നതാണ് അയാളുടെ കണ്ണുകൾ ഉറ്റുനോക്കുന്നത്. ഇനിയും താഴേക്ക് വരാത്ത ശിവയെ കാണെ യാമി ഹാളിൽ നിൽക്കുന്നവരെയെല്ലാം ഇന്നും നോക്കി. അബിയുടെ കാലിൽ ചുറ്റിപ്പിടിച്ച് കരയുന്ന കുഞ്ഞോളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് സുഭദ്രാമ. അബിയും അതെ, കുഞ്ഞോളെ തന്നെയാണ് ശ്രദ്ധിക്കുന്നത്. അതേസമയം ശേഖരൻ്റെ കണ്ണുകൾ അത് സച്ചുവിലും അജുവിലുമാണ്. തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് കാണി യാമി ഒരു കുതിപ്പിൽ പടികൾ ഓടിക്കയറി. പെട്ടെന്നൊരു നിഴൽവട്ടം കണ്ണിൽ ഉടക്കിയതുപോലെ തോന്നിയത് ശേഖരൻ ഹാളിലേക്ക് നോക്കിയത്. അതേ നിമിഷം ശിവയുടെ റൂമിലേക്ക് ഓടിക്കയറുന്ന യാമിയെ അയാൾ വ്യക്തമായി കണ്ടു. ആ പ്രശ്നത്തിനിടയിലും രാജശേഖരൻ്റെ കണ്ണുകൾ ചുരുങ്ങി. ശിവ റൂമിലേക്ക് കയറിയവൾ അത്രയും വെപ്രാളത്തോടെ അവനെ തട്ടി വിളിച്ചതും ചുട്ടുപൊള്ളുന്നൊരു ചൂടായിരുന്നു അവൻ്റെ ദേഹം. ഈശ്വര,
യാമി വല്ലാത്തൊരു പിടപ്പോടെ അവൻ്റെ കഴുത്തു നെറ്റും എല്ലാം ഒന്ന് തൊട്ടു നോക്കി. എന്തൊരു ചൂടാണിത്, മരുന്ന് കഴിച്ചിരുന്നല്ലോ. എന്നിട്ടും യാമി നെഞ്ചിരിപ്പോടെ ഓർത്തപ്പോഴേക്കും ശിവ കണ്ണുകൾ മെല്ലെ തുറന്നു. എന്താടി? തൊട്ടു മുന്നിൽ യാമിയെ കണ്ടതും ഉറക്കം മുറിഞ്ഞൊരു അസ്വസ്ഥതയോടെയും വല്ലാണ്ടൊരവശതയോടെയും ഒരു ചോദ്യം. യാമിക്ക് അവനോട് എന്തു പറയുമെന്നറിയാതെയായി. പെട്ടെന്നാണ് കുഞ്ഞോളുടെ കരച്ചിൽ കുറച്ചുകൂടെ ഉച്ചത്തിലായത്. കേട്ട മാത്രയിൽ ശിവയുടെ കണ്ണുകളിൽ അമ്പരപ്പായിരുന്നു. സച്ചു, സച്ചു എന്നോ? കിടക്കയിൽ നിന്നും പിടഞ്ഞെണീറ്റു കൊണ്ടവൻ യാമിയെ നോക്കി ചോദിച്ചതും യാമി നിറഞ്ഞ കണ്ണുകളോടെ അതിയെന്ന് തലയനക്കി. എന്നിട്ടിപ്പോഴാണോടി വിളിക്കുന്നത്? ശിവ അത്യധികം ദേഷ്യത്തോടെ അവളെ നോക്കിക്കൊണ്ട് താഴേക്ക് നടന്നു. അമ്മ, അച്ഛനോട് പറയ പ്ലീസ്. കുഞ്ഞോൾ അമ്മയെ കൂടെ അടക്കി പിടിച്ച് കരയുമ്പോഴാണ് അവളെ കടന്നു പോകുന്ന ശിവയെ അവൾ കണ്ടത്.